പാഠം 81. അതിരാവിലെ തന്തയ്ക്ക് പറയുന്നവർ. ഭമേ, ഞാന് ഇന്ന് വരാൻ അല്പം വൈകും. ഇന്ന് ആഫീസ് കഴിഞ്ഞ് കുറച്ച് തിരക്കുണ്ട്. ഓഫീസ് കഴിഞ്ഞെന്താ മോഹനേട്ടാ തിരക്ക്? പണ്ട് ഞങ്ങളുടെ ആഫീസിലൊരു പ്യൂൺ മത്തായി ഉണ്ടായിരുന്നു. അയാള് റിട്ടയർഡ് ആയിട്ട് കുറച്ചു നാളായി. ഇപ്പോ അയാളും മകനും തമ്മിൽ വസ്തുതർക്കത്തിലാണ്. സ്വത്ത് തർക്കത്തിൽ വില്ലേജ് ഓഫീസർക്ക് എന്താ കാര്യം? തർക്കം എന്താണെന്ന് നീ കേൾക്ക്. ഈ പറയുന്ന മത്തായിക്ക് പാരമ്പര്യമായി കിട്ടിയതും ജോലി ചെയ്തുണ്ടാക്കിയതുമായ ഒരു 3-4 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 1 ഏക്കർ മകൻ എഴുതി കൊടുത്തു. ബാക്കി മത്തായിയുടെ പേര് തന്നെ ആയിരുന്നു. ഇപ്പോ അപ്പനും മകനും തമ്മിൽ അതിർത്തി തർക്കം. ആധാരപ്രകാരമുള്ള ഭൂമി മത്തായിയുടെ മകൻ പൗലോസ് അളന്നു തിരിച്ചപ്പോ മത്തായിയുടെ ബാക്കിയുണ്ടായിരുന്ന 2 ഏക്കറിൽ കയറ്റി വേലി കിട്ടി. അതോടെ അപ്പനും മകനും തമ്മിൽ വഴക്കായി, ബഹളമായി. പൗലോസ് അപ്പനെതിരെ കേസ് കൊടുക്കാതിരിക്കുക. വെറുതെ കേസും ബഹളമൊക്കെ ആയ മോശമല്ലേ? ഞാനൊന്ന് പോയി അതൊന്ന് അളന്നു തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അളക്കാൻ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവിടെ വല്ല അടിയും ബഹളം ഉണ്ടായാൽ മോഹനേട്ടൻ അതിലിടപെട്ട് തല്ല് വാങ്ങാൻ നിൽക്കരുത്. മോഹനേട്ടന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറയുക. മോഹനേട്ടൻ അവിടെ നിന്ന് ന്യായം പറയും, ഒടുവിൽ അത് പ്രശ്നമാകും. അങ്ങനെ പറയരുത് ഭാവ. എനിക്ക് ഈ നാട്ടിലുള്ള നിലയും വിലയും നിനക്കറിയാൻ മേലഞ്ഞിട്ടാണ്. അളന്നു തിരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞാൽ മത്തായും കേൾക്കും, പൗലോസും കേൾക്കും. ഇതൊക്കെ മോഹനേട്ടന്റെ ധാരണയാണ്. പക്ഷെ ആളുകൾക്ക് അവരുടെ സ്വത്തും പണവും തന്നെയാണ് പ്രധാനം. വില്ലേജ് ഓഫീസറുടെ വാക്കൽ അത് മറക്കരുത്. അതോട് കളിയാക്കി പറഞ്ഞാണല്ലേ? നീ ആ പറഞ്ഞതിന് അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ വാക്ക് ഈ നാട്ടുകാർ കേൾക്കില്ല എന്ന്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞു. പക്ഷേ ഇന്ന് നിനക്ക് മനസ്സിലാകും നീ പറഞ്ഞത് ശരിയായില്ല എന്ന്. ഞാൻ ചെന്ന് സ്ഥലം അളവ് തിരിച്ചിട്ട് മത്തായച്ച ഇതാണ് അതിർത്തി എന്ന് പറഞ്ഞാൽ മത്തായച്ചൻ പറയും, സാറ് പറഞ്ഞ പിന്നെ എന്താ മാറ്റം എന്ന്. ഞാൻ പൗലോസിനോട് പറയും, പൗലോസേ പൗലോസേ ഞാൻ പറയുന്നതാണ് അതിര്. അപ്പൊ പൗലോസ് പറയും, മോഹനേഷ സാറ് പറഞ്ഞ പിന്നെ അതിലെന്താ മാറ്റം? എന്ത് മനോഹരമായ സ്വപ്നം. മിക്കവാറും വില്ലേജ് ഓഫീസർ അളന്നിരിക്കുന്നതോടെ മത്തായിയുടെ ആളുകളും പൗലോസിന്റെ ആളുകളും തമ്മിൽ വഴക്കാവും. അപ്പൊ വില്ലേജ് ഓഫീസർ പറയും, ബുദ്ധനും ക്രിസ്തുവും ഗാന്ധിയുമെല്ലാം അഹിംസയുടെ പ്രവാചകന്മാരായിരുന്നു, നിങ്ങളും അതുപോലെ ആകൂ എന്ന്. അപ്പോൾ ആരെങ്കിലും ഒരാള് ഓഫീസറെ കൈവെക്കും. ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെ നോക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. എല്ലാരും കൂടെ തലങ്ങും വിലങ്ങും തല്ലോ. ഒടുവിൽ വൈകുന്നേരം എണ്ണയും കുഴമ്പും വെച്ച് തിരുമ്മേണ്ട ജോലി ഈ പാവ സത്യഭാമിക്കും. അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇത് ധാർഷ്ട്യം എനിക്ക്, അല്ലെങ്കിൽ ഒരു വക്കീലിന്റെ കുശുമ്പ്. എടി, 2 ആളുകൾ തമ്മിൽ അതിർത്തി തർക്കമുണ്ടായാൽ അത് പരമാവധി മുതലെടുത്ത് അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആ കേസ് അന്തമില്ലാതെ നീട്ടിക്കൊണ്ടുപോയി അടുത്ത തലമുറയെയും അതിന്റെ അടുത്ത തലമുറയെയും ശത്രുക്കളാക്കി അതിന്റെ ഫീസ് വാങ്ങി ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ വക്കീലന്മാർ. ഇപ്പോ അതിന്റെ നിനക്ക് പറഞ്ഞേക്കും. ഇപ്പോ ഞാൻ ഇടപെട്ട് ഈ കേസ് തീർത്താൽ ഒരു വക്കീൽ എന്ന നിലയിൽ നിനക്ക് ദേഷ്യം കാണും. നിങ്ങൾക്ക് സകല കേസും കോടതിയിൽ തന്നെ വരണമല്ലോ. നീ അങ്ങനെ ചിന്തിക്കും. അല്ല അല്ല എങ്ങനെ ചിന്തിക്കാതിരിക്കും? ജീവിതകാലം മുഴുവൻ കേസും കൂട്ടവുമായി കോടതി കയറി ഇറങ്ങിയ തേക്കുംകാട്ടിൽ ശിവൻപിള്ളയുടെ മകളല്ലേ നീ? നീ അത് ചെയ്തില്ലെങ്കിലേ തന്തയ്ക്ക് വിളിച്ചിട്ട് പോകുന്നു. മോഹനേട്ടോ, അതിരാവിലെ ഭാര്യയുടെ തന്തയ്ക്ക് പറയാൻ പഠിപ്പിച്ചതാരാ? ബുദ്ധനോ ഗാന്ധിയോ ക്രിസ്തുവോ? ഞാൻ തന്തയ്ക്ക് പറഞ്ഞില്ലല്ലോ. പിന്നെ തേക്കുംകാട്ടിൽ ശിവൻപിള്ള എന്ന് പറയുന്നത് എങ്ങനെ വൃത്തികേടാവും? ആ മഹാൻ തന്നെയാണല്ലോ നിന്റെ അച്ഛൻ. മോഹനേട്ടാ, വെറുതെ വേണ്ട. വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് എന്റെ അച്ഛന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കണ്ട. എന്റെ അച്ഛന് പറ്റിയ ഒരേ ഒരു തെറ്റ് എന്നെ മോഹനേട്ടന് കെട്ടിത്തന്നു എന്ന് മാത്രമാണ്. അതാണ് അദ്ദേഹം ചെയ്ത ഒരേ ഒരു ശരി. എടി, 3 പെങ്ങന്മാർക്ക് കുടുംബ സ്വത്ത് വീതിച്ചു കൊടുക്കാൻ മടിച്ച്
അവർക്ക് സ്വത്തിൽ അവകാശമില്ലെന്ന് പറഞ്ഞ് 18 കൊല്ലം കോടതി കയറ്റിയ മഹാനാണല്ലോ തേക്കൻകാട്ടിൽ ശിവൻപിള്ള. അത് കഴിഞ്ഞ് ആ കേസ് തോറ്റപ്പോ പെങ്ങന്മാരുടെ മക്കൾക്കെതിരെ കൊടുത്ത കള്ളക്കേസിന് കണക്കില്ല. ഒരു പെങ്ങളുടെ മകന് കഞ്ചാവ് കച്ചവടമാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. മറ്റൊരു പെങ്ങളുടെ മകന് അവിഹിത ബന്ധത്തിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് വേറൊരു കേസ്. ഒടുവിൽ നാട് തന്നെ നടന്നൊരു ഭ്രാന്തനെ പിടിച്ചുകൊണ്ട് വന്ന് അവിഹിത ബന്ധത്തിലെ സന്തതിയാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ചു. അയ്യോ, കേസ് നടത്തി കുടുംബം മുടിഞ്ഞ് വക്കീലിന് കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോഴല്ലേ നിന്റെ അച്ഛൻ നിന്നെ വക്കീലാൻ വിട്ടത്. കുടുംബത്ത് സ്വന്തമായൊരു വക്കീലുണ്ടെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയെക്കാളും വലിയ ആളാണെന്ന് കരുതിയാണല്ലോ നിനക്കൊട്ടും അറിയാത്ത വക്കീൽ പണിക്ക് വിട്ടത്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ നിന്നെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ലാഭമുണ്ട് ആർക്കാ? നിന്റെ തന്തയ്ക്ക്. തേക്കൻകാട്ടിൽ ശിവൻപിള്ളയുടെ മകളെ കെട്ടാൻ ബുദ്ധിയുള്ള ആരെങ്കിലും പരിപാടി? അപ്പോ ബുദ്ധിയില്ലെന്ന് സമ്മതിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇപ്പോ ഒരു തർക്കം പറഞ്ഞു തീർക്കാൻ ഞാൻ നോക്കുമ്പോ എന്നെ കളിയാക്കുന്നു. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എന്റെ അച്ഛൻ അച്ഛന്റെ പെങ്ങന്മാർക്കെതിരെ കേസ് നടത്തിയെങ്കിൽ അതിന്റെ ന്യായം മുഴുവൻ എന്റെ അച്ഛന്റെ ഭാഗത്തായിരുന്നു. 3 പെങ്ങന്മാരെ മുഴുവൻ ചെലവ് നോക്കി കെട്ടിച്ചു വിട്ടത് എന്റെ അച്ഛനാ. കല്യാണം കഴിഞ്ഞ് വലിയ നിലയും വിലയൊക്കെ ആയപ്പോ അച്ഛനെതിരെ കേസ് കൊടുത്തത് അവരാണ്, അച്ഛനല്ല. അവര് കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അച്ഛൻ അവരുടെ വീതം കൃത്യമായിട്ട് അവർക്ക് കൊടുത്തേനെ. പിന്നെ എങ്ങനെ എന്നിട്ട് അച്ഛൻ കേസ് തോറ്റത്? അത് കളത്തെളിവുണ്ടാക്കി തോപ്പിച്ചത്. അന്ന് അച്ഛൻ തോറ്റ ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഒരു വക്കീലാവും. അങ്ങനെ വാശിക്ക് പഠിച്ച് കഷ്ടപ്പെട്ട് തന്നെ ഞാൻ വക്കീലായി. പിന്നെ എടീ ഇങ്ങനെ ഒരു വക്കീലാകാൻ അത്ര പഠിക്കാനൊന്നുമില്ല. ഇത് മോഹനകൃഷ്ണൻ സാറിന്റെ വിവരക്കേട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ യൂണി ക്ലർക്കാണ്, നല്ല സ്വഭാവമാണ്, കാഴ്ചയിൽ തരക്കേടില്ല എന്ന് ബ്രോക്കർ രാജപ്പൻ വന്നു പറഞ്ഞപ്പോ ഞാനും അച്ഛനും വിചാരിച്ചില്ല ഇതുപോലൊരു മന്ദബുദ്ധിയായിരിക്കും ചെറുക്കനെന്ന്. എന്റെ അച്ഛന് ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു അബദ്ധമായിരുന്നു അത്. അതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വരണം. റേഷൻ കട നടത്തി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച വലിയ യോഗ്യനായ തൈപ്പറമ്പിൽ കരുണാകരന്റെ മോന് എത്രയായാലും ഇത്രയും വിവരം കാണുമെന്ന് ചിന്തിക്കാത്തതിന്റെ ദോഷമാണിത്. ദോഷം. ഭർത്താവിന്റെ മുഖത്തൊക്കെ അയാളെ തന്തയ്ക്ക് വിളിക്കുന്നു. ഇനി അവളെ വിട്ടിട്ട് കാര്യമില്ല. രണ്ടും അറിഞ്ഞിട്ട് വാക്കാരി. റേഷൻ കടയ്ക്ക് നല്ലൊരു കുറവ്. നാട്ടിൽ റേഷൻ കട കൊണ്ട് ആൾക്കാർക്ക് ആവശ്യമില്ലാതായതും റേഷൻ കടക്കാരെ പുച്ഛമായതും ഈ അടുത്ത കാലത്തല്ലേ. എന്റെ അച്ഛൻ റേഷൻ കട നടത്തിയിരുന്ന കാലത്ത് റേഷൻ കട ഉടമ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണികളായിരുന്നു. ഇപ്പോ ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയും പോലെ. എന്താ അന്നത്തെ കാലത്ത് ആൾക്കാർ റേഷൻ കടയിൽ എന്ന് പറയുമായിരുന്നു, കരുണാകരൻ ചേട്ടാ, കരുണാകരൻ ചേട്ടാ, ഈ ആഴ്ച എങ്ങനെയെങ്കിലും 1 കിലോ അരി കൂടുതൽ തരുമോ, 1/2 ലിറ്റർ മണ്ണെണ്ണ അധികം തരുമോ, പഞ്ചസാര കുറച്ചുകൂടി തരുമോ എന്നൊക്കെ ചോദിക്കാലോ. സപ്ലൈ ഓഫീസിൽ നിന്ന് കിട്ടുന്ന അരിയും പഞ്ചസാരയും നാട്ടിലെ പലചരക്ക് കടക്കാർക്ക് മറിച്ചു കൊടുത്ത് അതിന്റെ കാശ് വാങ്ങിച്ച് നാട്ടുകാർക്ക് റേഷൻ കൊടുക്കാതെയല്ലേ തൈപ്പറമ്പിൽ കരുണാകരമേനോൻ വലിയ ആളായത്. ഡിഗ്രിക്കാരനായ മകൻ പഠിച്ചു വന്നപ്പോ മകനെ എങ്ങനെയെങ്കിലും കളക്ടറാക്കണമെന്നായിരുന്നല്ലോ കരുണാകരൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ കെമിസ്ട്രി പരീക്ഷയിൽ കഷ്ടിച്ച് ജയിച്ച മോഹനേട്ടനെ 1ാം ക്ലാസ്സിൽ പാസ്സായതാണ്. ഈ 1ാം ക്ലാസ്സിൽ പാസ്സായ മോഹനേട്ടനെ കൊണ്ട് IAS പരീക്ഷ എഴുതിച്ചു. വല്ല കാര്യം ഉണ്ടായോ? ഒരു കാര്യമില്ല. 4-5 ഡിഗ്രിയുള്ള മിടുക്കന്മാര് വിചാരിച്ചിട്ട് IAS പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ ആകെപ്പാടെ കാർബൺ മോണോക്സൈഡ് എന്നും അന്തരീക്ഷ മലിനീകരണമെന്നും മാത്രം പറയാൻ അറിയാവുന്ന മോഹനേട്ടൻ IAS ജയിക്കാൻ പോകുന്നത്. ഒടുവിൽ IAS മോഹം ഉപേക്ഷിച്ച് മകൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UD ക്ലർക്ക് പരീക്ഷ എഴുതി. ഉത്തരകടലാസ് നോക്കിയ ഏതോ വിവരദോഷിയുടെ പിടിപ്പുകേടുകൊണ്ട് മോഹനകൃഷ്ണൻ അങ്ങനെ ക്ലർക്കായി. പ്രമോഷൻ കിട്ടി, വില്ലേജ് ഓഫീസറായി. ഇതല്ലേ താങ്കളുടെ ജീവചരിത്രം? ഇനിയിപ്പോ മഹാനായ തൈപ്പറമ്പിൽ കരുണാകരന്റെ ആഗ്രഹം പോലെ മകൻ കളക്ടർ ആകണമെങ്കിൽ എന്താ പാട്? തഹസിൽദാരാവണം, ഡെപ്യൂട്ടി കളക്ടർ ആകണം. അങ്ങനെ പ്രമോഷൻ കിട്ടി കളക്ടർ ആകുമ്പോഴേക്കും മോഹനേട്ടന് മിനിമം 90 വയസ്സാകും.
90 വയസ്സിൽ സർക്കാർ സർവീസ് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന്. നീ പരിഹസിച്ചാലൊന്നും എനിക്കൊരു ചുക്കും വരാനല്ല ഭാമേ. ഇത്ര ചെറുപ്പത്തിലെ വില്ലേജ് ഓഫീസറായ വേറെ ആരുണ്ട് ഭാമ ഈ കേരളത്തിൽ? ഞാനിപ്പോഴും ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ മുന്നിൽ കണ്ണിലുള്ളിയ. ഇപ്പൊ പോകുന്ന പോലെ പോയാൽ ഞാൻ വളരെ താമസിയാതെ തഹസിൽദാരാവും. പിന്നെ വളർന്ന് 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 കളക്ടറായി മാറും. അപ്പോ നാട്ടുകാരുടെ മുന്നിൽ കളക്ടറുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് മേനി പറയാൻ നീ അങ്ങ് വന്നേക്ക്. എനിക്ക് അത്രയും വലിയ സ്വപ്നമൊന്നുമില്ല. നാട്ടിലുള്ള ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെട്ട് തല്ലും കൊണ്ട് കൈ ഒടിഞ്ഞു വരുമ്പോൾ എണ്ണയും കുഴമ്പ് വിട്ട് തിരുമ്മിത്തരാൻ ഒരു വേലക്കാരിയെ നിയമിച്ചാൽ ഞാൻ കൃതാർത്ഥയായി. ഞാൻ ധീരനായ ഒരു പുരുഷനാണ്. നാട്ടുകാരിലൊരു അന്യായം കണ്ടാൽ ഇടപെടുന്നിരിക്കും. അപ്പോ ചില അല്ലറ പരിക്കുകൾ പറ്റിയിരിക്കും. അമേ, നീ കേട്ടിട്ടുണ്ടോ? ധീരന്മാർക്ക് മരണം ഒരു വട്ടമേ ഉള്ളൂ, ധീരകൾ പലവട്ടം മരിക്കും. മഹാനായ ജൂലിയസ് സീസർ പറഞ്ഞാണത്. എന്നിട്ട് ഈ ധീരൻ ഇതുവരെ മരിച്ചതായി കണ്ടില്ലല്ലോ. അത് നിന്റെ മോഹം. പക്ഷെ കളക്ടറാകാതെ മരിക്കാൻ ഈ മോഹനേഷൻ തയ്യാറല്ല. തേക്കുംകാട്ടിൽ ശിവൻപിള്ളയുടെ മകൾക്ക് അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അത് ഈ കയ്യിൽ വെച്ചിരുന്നാൽ മതി. സ്വന്തം പെങ്ങന്മാർക്കെതിരെ കേസ് കൊടുക്കുന്ന പോലെ അല്ല ജില്ലാ കളക്ടറാകുന്നത്. മനസ്സിലായോ? മനസ്സിലായി. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. റേഷനരി കരിഞ്ചന്തയിൽ വിൽക്കുന്ന പോലെയല്ല വക്കീലാവുന്നത്. ജുഡീഷ്യൽ സർവീസിലേക്ക് പരീക്ഷ എഴുതി മജിസ്ട്രേറ്റ് ആവാൻ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി ഞാനത് വേണ്ട എന്ന് വെച്ചു. നന്നായി. ഇപ്പൊ ഞാൻ ആ തീരുമാനം മാറ്റി. അടുത്ത തവണ ഈ സത്യഭാമ പരീക്ഷ എഴുതും, മജിസ്ട്രേറ്റ് ആവും. മജിസ്ട്രേറ്റ് ആയാൽ പിറ്റേ ദിവസം ഒരു വില്ലേജ് ഓഫീസറെ പിടിച്ച് ഞാൻ ജയിലിലിടും. നാട് നന്നാക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എന്നെ ജയിലിൽ പിടിച്ചാൽ നിങ്ങൾ വന്നിരിക്കും. എന്റെ ഭാഗ്യം. ഓ പിന്നെ അല്ലെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. അവൻ വന്ന എന്റെ ഭാഗ്യം. ഓ ആയിക്കോട്ടെ. കാര്യം